ഇനി ആന വന്നാൽ ഇവിടെ നിന്ന് കുത്തുകൊള്ളാമെന്നല്ലാതെ ഇങ്ങോട്ട് പോകാൻ വയ്യ. നിങ്ങൾ കണ്ടോ ആനപ്പെണ്ണം കിടക്കുന്നുണ്ട് 2 ഏരിയയായി. അത് ആനപ്പിണ്ടം ഇത് കാടല്ല. അപ്പോൾ ഇത് ആന വന്നില്ലെങ്കിൽ ഇതാണ് ത്രില്ല്, ആന വന്നാൽ ഇതല്ല ത്രില്ല്. ഇതിനകത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ഈ വെള്ളം കുടിക്കാനൊക്കെ എടുക്കാൻ തോന്നുന്നു. ഈ വെള്ളം കുടിക്കാൻ എടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ സമ്പത്താണ്. ഹലോ, ഇവിടെ പോയതാ. അവർ പറഞ്ഞത് 1.5 കിലോമീറ്റർ ടോട്ടൽ. എത്ര ടിക്കറ്റ്? എത്ര ടിക്കറ്റ്? 200 രൂപ. അപ്പോൾ ഒരാളിന്, അതായത് 4 പേർക്ക് 150 രൂപ. ഓക്കെ. പിന്നെ നമ്മുടെ പാർക്കിംഗ് ഫീസാണ് 40. അങ്ങനെ 190, 10 ടാക്സും കൂടെ എല്ലാം കൂടെ ചേർത്ത് 200 രൂപയാണ് ചാർജ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ മുന്നിലേക്ക് പോകുന്നു. കണ്ടിടത്തോളം റോഡ് ടാറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്താ പറയുന്നത്, കച്ചാ റോഡാണ്. പണ്ട് എപ്പോഴോ കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡാണ്. എങ്കിലും ഇതിൻ്റെ റോഡ് എങ്കിലും പങ്കിലും ഒന്നുമില്ല. ഒരു പോയേ മതിയാവും. ഞങ്ങളിങ്ങനെ ആ റോഡ് വഴി ഇങ്ങനെ 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ, 1 കിലോമീറ്റർ വരെ വണ്ടി പോകുന്ന പറഞ്ഞു. അവിടെ ആളുണ്ടെന്നാ പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് തെറ്റിയത്. ഒന്ന് സംശയമുണ്ട്. ഇപ്പോൾ പോയി ചോദിച്ചു. 1.5 ആയാലും 1.5 ആയാലും പോകും. ഇതെന്തുകൂടെ എന്തും മറുപടിയോ മരു നോക്കി. ഇത് കണ്ടിടത്തോളം ഇവിടെ ശരിക്കും റോഡില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലേ. ഇതിങ്ങനെ തൽക്കാലം വണ്ടിക്ക് പോകാനുള്ള കുറച്ച് ദൂരം കൂടെ കണക്കാക്കി ആൾക്കാർക്ക് പോകുന്നതിന് വേണ്ടി അവർ JCB കൊണ്ട് ഒന്ന് റെഡിയാക്കി വെച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ശരിയാണ്, കറക്റ്റ്. അല്ല, അതും അറിയില്ല, നോക്കാം. അത് ഈ കാര്യം പറഞ്ഞിടയ്ക്ക് കപ്പലണ്ടി എനിക്കും തരാം. എല്ലാവരും ഞാൻ വീഡിയോ എടുത്ത് കാര്യം പറയുന്നു. അത് കുഴപ്പമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം ഞാൻ കപ്പലണ്ടി നിന്നിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ എങ്ങാണ്ട് റോഡ് റെഡിയാക്കാമെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു. വണ്ടിയുടെ പാർക്കിംഗ് ഇവിടെ വരെ ഉള്ളോ? അല്ലല്ല, അങ്ങോട്ടുണ്ട്. അയ്യോ, അതുകൊണ്ട് ഓ എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് അവിടെ ഇടാം. ഇതാണ് മരുത്. നമ്മളവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോഴേക്കൂടെ കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വാഹനം പോകുവാൻ അല്ലെങ്കിൽ വാഹനം കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഓക്കെ. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി നടന്നു പോകുന്നു. തൊട്ട് താഴെപ്പുറത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ ചെറിയ വെള്ളക്കുറവാണ്, ചെറിയ ചെറിയ അരുവികൾ പോലൊക്കെ തന്നെയുണ്ട്. നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ചുരുൾക്കയങ്ങളും വഴുക്കലും ഒക്കെ ഉള്ള ഏരിയയാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പിന്നെ പ്ലാസ്റ്റിക് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി അതിനകത്ത് കൊണ്ട് ഇടരുത്. പിന്നെ അവരവരുടെ സുരക്ഷാ സമയം ഉറപ്പുവരുത്തുക, അതിക്രമിച്ച് കടത്തുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കാം. കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാരും ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഇതാണോ ഈ കാണുന്നതാണോ? ഇതാണോ? അല്ല, ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും, പക്ഷേ ഇതല്ല. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഇനി നടക്കുവാനുണ്ട്. കാലൊക്കെ നോക്കി ചവിട്ടണം. ഇവിടെ മീൻപിടുത്തമൊന്നും പറ്റില്ല. ഇങ്ങനെ നല്ല ഉരുളൻ കല്ലുകളാണ് കേട്ടോ. ഈ ഉരുളൻ കല്ലിനകത്തൂടെ ഇങ്ങനെ ചവിട്ടി കയറി പോകണം. പോകുന്നിടത്തെല്ലാം ദേ അങ്ങനെ അവിടെ എല്ലാം കാണിച്ചിട്ട് മീൻമുട്ടി 1 കിലോമീറ്റർ. ഇവിടുന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്.
ഇതുപോലുള്ള ഉരുളൻ പാറകളാണ്. ഇതൊക്കെ താണ്ടി വേണം പോകാൻ. താഴെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ. വരിക്കോ. ശരീരത്തിനൊക്കെ നല്ലതാണ്, നല്ല വ്യായാമം. എവിടെ നോക്കി ഹലോ. ഈ ഇളകി കിടക്കുന്ന കല്ലിലൊന്നും ചവിട്ടരുത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ മീൻമുട്ടി, അതായത് നമ്മുടെ പൊന്മുടിക്ക് തൊട്ടടുത്ത. ഈ സൈഡിലുള്ള സേഫ്റ്റി ഒക്കെ ആൾക്കാർ ഇളക്കിയിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നിന്നും കാല് തെറ്റിയൊന്നും താഴേക്ക് പോകരുത്, വളരെ ശ്രദ്ധിക്കണം. എന്താ മുഖത്തൊരു ക്ഷീണം ഒന്നുമില്ല? വരൂ, വാ. കുറച്ച് ഇറക്കമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് മൊത്തം കയറ്റമായിരിക്കും. ഇങ്ങനെ ഇറങ്ങി അയ്യോ, നടക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ വരണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു വനത്തിൻ്റെ ഒരു വശ്യതയിലൂടെ ഇങ്ങനെ നടന്നു വരാം. ഞങ്ങളുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. അവർ മുന്നേ പോയി. ഞങ്ങൾ പതുക്കെ വരുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ യൂട്യൂബറുടെ കാല് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത്. യൂട്യൂബറിൻ്റെ കാല് അന്ന് വീണതിന് മൊബൈൽ ഞാൻ പിടിച്ചോളാം, വീഴാതെ. പതുക്കെ ഇറങ്ങി വന്നോട്ടെ. ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട്. വരുവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരാം. ഞാൻ വീണ്ടും പറയുന്നതേ, ഇതുപോലുള്ള വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. എന്നും പറഞ്ഞ് അങ്ങനെ പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ കിടക്കുന്നത് വലിയൊരു മരം കിടക്കുന്നു, എന്നോ പിഴുതോ ഇവിടെ കിടക്കുന്നു. അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അതിൻ്റെ പുറത്തോട്ട് തന്നെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. എല്ലാം മണ്ണുണ്ട്. വഴി തെറ്റി പോകത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോക്കി, ഒരു മരം കിടക്കും, നോക്ക്, എന്തോ വലിപ്പം നോക്ക്. അയ്യോ, ഇവിടെ എല്ലാം നമുക്ക് വാണിംഗ് തരുന്ന ഫോറസ്റ്റിൻ്റെ നോട്ടീസുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അഗാധമായ ഗർത്തങ്ങൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സന്ദർശകർ സൂക്ഷിക്കണം, അവരുടെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ. കുറേ ദൂരം നടന്നു വരുമ്പോൾ നമുക്കിതുപോലെ ഇരിക്കാനുള്ള, റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. പിന്നെ കുറേ ദൂരം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടുത്തെ തന്നെ ഇവരുടെ വാച്ചർമാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഇവിടെ ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്. നേരെയല്ലേ? നേരെ. ഇപ്പോൾ വെള്ളം കുറവാ അല്ലേ? ആ, വാ. ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. തെന്നി വീഴാതിരിക്കാൻ വേണ്ടി പൈപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. കല്ലിലങ്ങ് ചവിട്ടി വീഴാതിരിക്കും. ആ, മരമല്ലേ, അയ്യോ വനമല്ലേ. വെള്ളവടിക്കാർ സൂക്ഷിക്കുക. മദ്യം, ലഹരി വസ്തുക്കൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. 800 മീറ്ററും കൂടെ പോകണം ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കറക്റ്റ്? ഞാൻ പറഞ്ഞ ഒന്ന് തെറ്റിപ്പോയി കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അവർ പറഞ്ഞത് 1.5 കിലോമീറ്റർ ടോട്ടൽ യാത്രയുണ്ട്. അതിൽ 1/2 കിലോമീറ്റർ മാത്രം നമുക്ക് ഡ്രൈവ് വണ്ടിയും കൊണ്ട് പോകാം, അവിടെ പാർക്ക് ചെയ്യാം. 1 കിലോമീറ്റർ നടക്കണം കേട്ടോ, 1 കിലോമീറ്റർ നടക്കണം. ഇങ്ങനെ നടന്നു വരുന്ന ഏരിയയിലൊക്കെ ആൾക്കാർക്ക് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. നല്ല കട്ട വനമായത് ഉണ്ടോ, ഫുള്ള് വനമേറിയ. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പോയിട്ട് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ട്. ഇവരെല്ലാം യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു.
ഇവിടെ ഇതിൻ്റെ വാച്ചർമാരിരിപ്പുണ്ട് 2 പേര്. ഇതുവഴിയാണ് കയറി പോകേണ്ടത് നേരെ മുകളിലൊക്കെ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇതൂടെ പറയാൻ മറന്നുപോയി. ആനപ്പെണ്ണും കിടപ്പുണ്ട്. നല്ല എനിക്കൊന്ന് ഇന്നലത്തെയാണോ അല്ലേ? അതുകൊണ്ട് ശരിക്കും ഇതുവഴിയൊക്കെ ആന പോകുന്ന ഏരിയ തന്നെ. ഇതുവഴി ആന പോകുന്ന ഏരിയയാണ്. ആനത്താരയാണിത്. ആനപ്പെണ്ണ് ആണോ? അങ്ങനെ ആൾക്കാർ കയറിയിട്ട് ഇറങ്ങി വരുന്നു. എന്തായാലും എല്ലാവരും വരണം കേട്ടോ. നോക്കുമെങ്കിൽ വന്നാൽ നന്നായിരിക്കും. ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ അവിടെ കിടക്കുന്നു ആനപ്പിണ്ടം. ഈശ്വര, മൊത്തവും ആനകളും ഒക്കെ ഉള്ള ഏരിയയാണേ. വായോ, കയറി വായോ. ഹലോ, ഇവിടെ പോയതാ? വെള്ളമൊക്കെ ഉണ്ടോ? എന്താ പറഞ്ഞു? ഉണ്ടോ? വലിയ മരങ്ങളൊക്കെ പിഴുതി വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പോകാനുള്ള സൗകര്യം അനുസരിച്ചിട്ട്. ഇതെല്ലാം ഈറയും മുളയും ഒക്കെ ഇഷ്ടംപോലുള്ള മേഖലയാണ്. അപ്പം ആനയൊക്കെ ഇഷ്ടംപോലെ വരും. ഉറപ്പാണ്. അടികളെന്ന് പറഞ്ഞാൽ നമുക്ക് തെന്നി വീഴാത്ത രീതിയിൽ ഇങ്ങനെ പൈപ്പൊക്കെ വെച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളിങ്ങനെ കയറി ഏകദേശം ഇനി എത്ര ദൂരം ഉണ്ട് ചേട്ടാ? പകുതിയായുള്ളൂ. ഇനിയൊരു ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടെ നടക്കണം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ അടിപൊളി. ഇതുപോലെ ഫ്രഷാണ് കൊണ്ട് കിടക്കുന്നത്. അവർ പറയുന്നത് 4 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. 4 മണിക്ക് ക്ലോസ് ചെയ്യും. അവിടെ ചെന്ന് എത്തിയാലും ഇല്ലെങ്കിലും ഇവിടെ ക്ലോസ് ചെയ്ത ആൾക്കാരെ മൊത്തം തിരിച്ചു പോകും. കാരണം ആനയുടെ വലിയ ശല്യമാണ് അവിടെ കേട്ടോ. അതാണ് ഞങ്ങൾ കണ്ടെടുത്ത് എല്ലാം ഞാൻ കണ്ട് ഫ്രഷ് ആനപ്പിണ്ട കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ മാറ്റമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് കയറ്റങ്ങളില്ല, നേരെ പോകുന്ന വഴിയാണെന്ന് പറഞ്ഞത്. എന്തായാലും പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് ഞങ്ങൾ ചേട്ടാ ഇനി ഒരുപാട് ദൂരമുണ്ട് ചേട്ടാ. 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യൂലേ? ആണ് അവിടെ ആനപ്പിണ്ണം കിടക്കുന്നു. 2 ഫ്രഷ് രാവിലെ കയറി പോയതാ കേട്ടോ. പറഞ്ഞു കേട്ടോ, രാവിലെ കയറിപ്പോയ എന്തോ ഓക്കെ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അതിനുള്ള സമയമുള്ളൂ. ഇതൊക്കെയല്ലേ ത്രില്ലെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ത്രില്ല്. സത്യമാണ്. ആന വന്നില്ലെങ്കിൽ ഇതാണ് ത്രില്ല്. ആന വന്നാൽ ഇതല്ല ത്രില്ല്. ഇതിനകത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ അറിയാൻ പറ്റത്തില്ല. എന്തായാലും തറയും കട ഞാൻ കാണിച്ചു തരാം. ആളുടെ വലുപ്പം വെച്ചിട്ട് കാണിച്ചു തരാം. ഈ ആളിൻ്റെ വലുപ്പം വെച്ച് നോക്കി. എൻ്റെ ദൈവം, എന്ത് വലിപ്പമുള്ള പാറയാണ്. അതെ, ആളിൻ്റെ വലുപ്പം വെച്ചിട്ടേ നിങ്ങൾ ഈ പാറയുടെ വലുപ്പം നോക്കി. അയ്യോ, എന്തോ വലിയ പാറയാണ് ഇത്. മീൻമുട്ടി പാറയെന്നൊക്കെ പറയാം. അതുപോലത്തെ പാറയാണ്. നമുക്ക് ഭയങ്കര ഭീമാകരമായ ഒരു പാറ ഇങ്ങനെ പൊട്ടിച്ചരിഞ്ഞിരിക്കുന്ന പോലെ നോക്കി. ഇന്ന് എനിക്ക് സമയമില്ല. വിശാലമായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ആനയുടെ ശല്യം കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം, അല്ലെങ്കിൽ പണി പാടും. ഇതുപോലെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. നോക്കാം, ആളൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരണം, തീർച്ചയായിട്ടും വരണം. വെള്ളക്കുറവായതുകൊണ്ട് എത്രമാത്രം പറയാൻ വയ്യ. പേടിക്കണ്ട, പെട്ടെന്ന് വാ.
അല്ല ഈ പാറ തെന്നുന്നുണ്ട് കേട്ടോ, പറയുന്ന ചോദ്യം ഒന്നാണ്. ഇതൊരു തണുത്ത വെള്ളം ഇതൊരു തണുപ്പ്. അങ്ങോട്ട് നോക്കി, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അലോഡല്ല. ഇങ്ങനെ ഈ പാറകളൊക്കെ കയറി ഇങ്ങോട്ട് വരണം. ഇതിന് തെന്നി വീഴാതെ വേണം വരാൻ. ഞാൻ പിടിക്കില്ലേയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞടിച്ച് വീണിട്ട് ഇനി ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. നോക്കാം. ഇവിടെ നിന്നൊക്കെ കണ്ടിങ്ങനെ കയറി വരുക. സമയവും ഇങ്ങനെ ആവും കഴിയും. അതാണ് പേടി. അങ്ങനെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണുവാൻ വന്നു. ഇനി ആന വന്ന ഇവിടെ നിന്ന് കുത്തുകൊള്ളാമെന്നല്ലാതെ ഇങ്ങോട്ട് പോകാൻ വയ്യ. ഷോ, അയ്യോ, ഇനിയും കുറച്ചുകൂടെ. ഇനി ഒരുപാട് പോകണോ? 5 കിലോമീറ്ററോടോ? 4.5 കിലോമീറ്ററോട് പോയാൽ മതി. ഇല്ലയോ? ഒരു മരം കണ്ടോ, വളരെ ഭീമാകാരമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അതുകൊണ്ട് അതിൻ്റെ കൂടെ കാണാം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപകട മേഖല. വളരെ ശ്രദ്ധിച്ച് വേണം പോകാനും വരാനും. ഇതുവഴി ഇങ്ങനെ വന്ന് അടുത്തെത്തി. നേരെ വരിക. ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പതുക്കെ ഇറങ്ങിയാൽ മതി. പതുക്കെ ഇറങ്ങി. ചെരുപ്പെടുത്തില്ലയോ? വേണ്ട. ഇങ്ങനെ വരിക. കാണാനുള്ള കാഴ്ച കേട്ടോ. ഇത്രയും ദൂരമൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര കഷ്ടമായിപ്പോനെ, നഷ്ടമായിപ്പോനെ. ഇവിടെ പൂർണ്ണമായി കുളി അനുവദിക്കുന്നതല്ല. കാരണം അത്രയും അപകടം ഉള്ളൊരു മേഖലയായതുകൊണ്ടും അത് വളരെ അപകടം പതിയിരിക്കുന്നത് കൊണ്ടും മദ്യം, പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. കുളി അനുവദിക്കുന്നതല്ല. നമ്മളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, എത്രയും നേരം കഷ്ടപ്പെട്ട് വന്നതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രധാന പോയിൻറ്റ്സിലേക്ക് ഇതായി എത്തിയിരിക്കുന്നു. ഇതാണ് കണ്ടോ, ഇതാണിതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. കണ്ടോ, അടിപൊളി. മഴ സമയത്ത് വെള്ളം കൂടുതൽ വരും. മഴ സമയത്ത് ഇതുവഴി ആൾ വിടില്ല. വേറെ വഴിയുണ്ട്. അപ്പോൾ വെള്ളം കൂടി ഈ ആറ്റിൽ വെള്ളം കൂടിയാൽ പിന്നെ ഇതിലൊക്കെ അടക്കാക്കില്ല. അതുകൊണ്ട് വേറെ അപ്പുറത്തോടെ വേറെ വഴിയുണ്ട്. അവിടെ അപ്പോൾ ഇവിടേക്ക് വരാനും വേണ്ടി 2 വഴിയുണ്ട്. 2 വഴിയുണ്ട്. ഒന്ന് അവിടെ അതുവഴി വന്നാൽ ടൗണിൽ 6 കിലോമീറ്റർ ടൗണിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങൾ കണ്ടോ, ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് 2 ഏരിയയിൽ. അത് ആനപ്പിണ്ടം ഇത് കാടല്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അത് രാത്രിയാണല്ലോ, പകലൊന്നും ഇല്ല. പകലിറങ്ങത്തില്ലേ? 4 മണിക്ക് ഞങ്ങളിറങ്ങി പോകുന്ന വഴിയൊന്നും കാണത്തില്ലേ? കാണില്ല. ഉറപ്പാണ്. അപ്പോൾ എന്തായാലും രാവിലെയും രാത്രിയിലൊക്കെയാണ് ഈ ആന കൂടുതൽ ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ ഈ വെള്ളം ഇവിടെ കൊണ്ട് എത്ര മീറ്റർ പോകും? ആ ഓസ് കിടക്കുന്ന ആ ഭാഗം വരെ വെള്ളം വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ അകത്ത് കുളിക്കാൻ ആർക്കും അനുവാദമില്ല. കാരണം അവിടെ കൂടുതൽ ആഴമുണ്ടല്ലേ? ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ഇവിടെ കൂടുതൽ ഇവിടെ നിന്ന് കാണാം എന്നുള്ളതല്ലാതെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം, തിരിച്ചു പോകാം എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ചേട്ടനൊക്കെ എത്ര മണിക്ക് തിരിച്ചു പോകും? നമ്മൾ ഈ 4 മണി അവിടെ പാസ് കൊടുക്കും. അപ്പോൾ ആൾക്കാരൊന്ന് പോകുന്നതിന് നമ്മൾ പോകുന്ന ആൾക്കാരുടെ വിളിച്ചോണ്ട് വേണം പോകാൻ. ഈ ആൾക്കാർ പോയതിന് നമുക്ക് പോകാൻ കൊടുക്കും. ഈ വെള്ളം കുടിക്കാനൊക്കെ എടുക്കാൻ പോകും. ഈ വെള്ളം കുടിക്കാൻ എടുക്കുന്നു. വനത്തിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് അത് ശരി. വനത്തിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കണ്ട അല്ലേ? ഒരു പറയുന്ന ഇഷ്ടംപോലെ മീനുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് നോക്കട്ടെ. അയ്യോ, മീനെ കണ്ടു.
നല്ല വലിയുള്ള മീന്. ഇവിടെ ചൂണ്ടയിടാൻ പറ്റത്തില്ലയോ കേട്ടോ? ഇവിടെ ചൂണ്ടയിടാൻ പറ്റത്തില്ലയോ? ഇല്ല. ഇത് മീൻ പിടിക്കാൻ അലൗഡല്ല. പക്ഷേ ഇത് കുറുവാപ്പറിൽ കിടക്കുന്ന കണ്ടോ? എൻ്റെ ദൈവമേ, കുറുവാപ്പറിൽ കണ്ടോ? സത്യമുണ്ട്. ഇത് കണ്ടോ? ഈ മീനെ കൊണ്ടുപോയി വറുത്തങ്ങോട്ട് അറിയണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സമ്മതിക്കത്തില്ല. ഇവിടെ നമ്മൾ കാണാം, ഇതുപോലെ നിന്ന് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ അറിയുന്നത് അത് വലിയ മീൻ, കുറുവാപ്പറില്ല. ഇത് നമ്മുടെ നാട്ടിലെ രോഹു, കട്ട്ള അങ്ങനെയുള്ള മീനൊന്നുമല്ല. നല്ല നാടൻ കുറുവാപ്പറിലായി കിടക്കുന്നത്. ഇതോട് അവിടെ ഇങ്ങനെ മലക്കുന്നുണ്ട് കണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ സമ്പത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന വെള്ളം എന്ന് പറയുന്നത് ശുദ്ധമായ വെള്ളമാണ്. വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ഒരു വെള്ളമാണെന്നാണ് നമ്മുടെ ഈ ഒരു ചേട്ടൻ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നല്ല എന്താണ് തിക്ക് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം. അപ്പോൾ ഈ വെള്ളം ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വെള്ളം പല സമയങ്ങളിൽ ഇത് കുടിക്കാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത്ര നല്ല ശുദ്ധമായ വെള്ളമാണ്. പ്രകൃതിയിലുള്ള വെള്ളമാകുമ്പോഴത്തേക്ക് കുറേ അങ്ങാടി മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലും അതിനെ ശുദ്ധീകരിച്ച് വരുന്ന വെള്ളമാണ്. അപ്പോൾ തൽക്കാലം നമുക്കിതിനകത്ത് ഇറങ്ങി കുടിക്കാൻ ഓപ്ഷനില്ല. അവിടെ താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ നല്ല വെള്ളം ഇപ്പോൾ കിട്ടിയായിരുന്ന ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചാണ്. സത്യമാണ് കുടിച്ചത്. ഫുള്ള് വനമാണ്. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് നീങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നീങ്ങാം അല്ലേ?